ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ഗവിയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഫാമിലി ചാനലാണ് ഞങ്ങൾ. ഇങ്ങനെയൊക്കെയാണ്. അതിലെ ദീപ്തിയാണ് കേട്ടോ നായിക. ദീപ്തി ഒരു അധ്യാപികയാണ്, പൊതുപ്രവർത്തകയാണ്. ദീപ്തിയുടെ ജീവിതം ഏറ്റവും കൂടുതൽ ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത് പൊതുപ്രവർത്തനത്തിന് തന്നെയാണ്. പ്രത്യേകിച്ച് ആദിവാസി സമൂഹങ്ങളുടെ ഇടയിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ചിലവിന് വേണ്ടി, അവർക്ക് വീട് പണിയാൻ വേണ്ടി, അങ്ങനെ ഒരുപാട് സന്നദ്ധ സേവക എന്ന് തന്നെ പറയേണ്ടി വരും. അധികം ആരും ആദരിക്കുകയോ അല്ലെങ്കിൽ അറിയപ്പെടുകയോ അല്ലെങ്കിൽ ആരുടെയും ശ്രദ്ധ ആകർഷിക്കാനോ അല്ലെങ്കിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്താനോ പരസ്യപ്പെടുത്താനോ ഒന്നും തൻ്റെ സേവനങ്ങളൊക്കെ വളരെ നിഗൂഢമായി തന്നെ തൻ്റേതായിട്ടുള്ള മാനസിക സംതൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പം ദീപ്തിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് ദീപ്തിയുടെ അച്ഛൻ, അമ്മ, ആങ്ങളുടെ ഭാര്യ. ഇനി ദീപ്തിയുടെ ദാമ്പത്യ ജീവിതത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ദീപ്തി വിവാഹിതയാണെന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. സഹ അധ്യാപകനുമായിട്ട് പ്രണയത്തിലാവുകയും ഒരു വിവാഹം നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരാളാണെന്ന് വൈകി മാത്രം തിരിച്ചറിയുകയും അത് ദാമ്പത്യ കലഹങ്ങളും അയാൾ ഒരുപാട് ദീപ്തിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഹരാസ് ചെയ്യുന്നു. അതിൻ്റെ ഒടുവിൽ അയാളിൽ നിന്നൊരു വിടുതൽ വാങ്ങി അവർ പുറത്തു വരുമ്പോൾ അയാൾ വീണ്ടും ഭീഷണിയായിട്ട് ഒരുപാട് തവണ അവരുടെ പുറകെ വരുന്നുണ്ട്. അവരുടെ ജീവന് വെല്ലുവിളിയാകത്തക്ക വിധം അയാൾ വളരുന്ന ഒരു കാഴ്ച പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ദീപ്തി അതിനെയൊക്കെ ഓവർകം ചെയ്ത്, പിന്നെ ദീപ്തിയുടെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങൾക്കൊന്നും ദീപ്തി വലിയ പ്രാധാന്യം കൊടുക്കാറില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ പ്രകാശമായിട്ട് നിൽക്കാൻ പറ്റി, അതാണ് ഏറ്റവും പ്രധാനം. എൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെ അങ്ങ് പോയിക്കോളും എന്നുള്ള രീതിയിൽ അലസമായിട്ട്, അതിൽ അവരുടെ ആരോഗ്യകാര്യങ്ങൾ ഉൾപ്പെടെ. ദീപ്തി എന്ന പെൺകുട്ടി ബാല്യത്തിൽ ഒരുപാട് അവഗണനകൾ അനുഭവിച്ചിട്ടുള്ളത് അവരുടെ സ്കിൻ ഡിസീസ് ആയിട്ടുള്ള, നമ്മൾ വളരെ എന്താ പറയുക, പാമ്പിൻ ശാപം എന്നൊക്കെ രീതിയിൽ സ്കിന്നിനെ വളരെ അറപ്പുളവാക്കുന്ന രീതിയിൽ പൊട്ടി ഒലിച്ചും ഒരു തരം പാട പോലെ കയ്യും കാലും മുഖവും ഒക്കെ ഇരിക്കുന്ന ഒരു സ്കിൻ ഡിസീസ് ആയിരുന്നു ദീപ്തിക്ക് ചെറുപ്പത്തിൽ. അത് വളരെ സിമ്പിളായിട്ട് തന്നെ ഗ്ലിസറിനും റോസ് വാട്ടറും ഒക്കെ ഉപയോഗിച്ച് മാറിയ കഥ, ഒരുപാട് സ്കൂൾ ജീവിതത്തിലൊക്കെ സഹപാഠികളിൽ നിന്ന് അകറ്റപ്പെട്ട കഥ ഈ സ്കിന്ന് കാരണം. അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് ദീപ്തി ഇപ്പോൾ അതീവ സുന്ദരിയാണ്. അവർ തൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ കല്ലുകടി ഒഴിച്ചാൽ ഒരു 90% സന്തോഷവതിയാണ്. ഇപ്പോൾ അവരുടെ വീണ്ടും ആരോഗ്യാവസ്ഥ പറഞ്ഞ് അവർ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു വലിയൊരു സർജറി, അതായത് മാമോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ ഉടനെ എല്ലാവരും മുഖം ചുളിക്കുകയോ, ഇത് ഒരു സൗന്ദര്യ ശസ്ത്രക്രിയയല്ലേ, സിനിമാ നടിമാർ ചെയ്യുന്നതല്ലേ. മാമോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥലങ്ങൾ വലുതാവുമ്പോൾ അത് ചെറുതാക്കാനും, ചെറുതായ സ്ഥലങ്ങളെ വലുതാക്കാനും, രണ്ട് സ്ഥലങ്ങളുടെ ആകൃതി വ്യത്യാസത്തെ കറക്റ്റ് ചെയ്യാനും, അങ്ങനെ കൂടുതൽ ഒരു പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിയിൽ പെട്ടൊരു സർജറി എന്നുള്ള നിലയ്ക്ക് ഇത്രമാത്രം വലിയൊരു സൗന്ദര്യ ശസ്ത്രക്രിയ എന്തിന് ദീപ്തി ചെയ്തു എന്നുള്ളത് പലരിലും ഒരു ചോദ്യം ഉള്ളിൽ ഉണ്ടായേക്കാം. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞല്ലോ, മാമോപ്ലാസ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, അതായത് ഒരു സൗന്ദര്യ ശസ്ത്രക്രിയ മാത്രമല്ല, നമ്മളുടെ സ്ഥലങ്ങൾ ഭാരം കൂടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പേശികളുടെ വേദന, കഴുത്ത്, നമ്മളുടെ ഇടുപ്പെല്ലിന് വരെ വേദന ഉളവാക്കുന്ന രീതിയിൽ പല സ്ത്രീകൾക്കും വളരെ ജീവിതാന്ത്യം വരെ അവരിങ്ങനെ വേദന സഹിക്കേണ്ടതായിട്ട് വരും. ചില അവസരങ്ങളിൽ ഈ സ്ഥലങ്ങൾ ഇടിഞ്ഞു തൂങ്ങി കിടക്കുന്ന സ്ഥലത്ത് സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവാം. അപ്പോൾ അത് തീരാശാപം പോലെ ആ സ്കിന്ന് അവിടെ പഴുത്തും ഒരു വ്രണപ്പെട്ടും ഒക്കെ ഇങ്ങനെ കെടുക്കുമ്പോൾ അതൊന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ സ്ഥലങ്ങളെ ലിഫ്റ്റ് ചെയ്യാനായിട്ടും ഈ മാമോപ്ലാസ്റ്റി എന്നുള്ള സർജറി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ദീപ്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ സ്ഥാനഭ്രംശം അവരുടെ ബോഡിയിൽ എവിടെയെങ്കിലും വേദനയോ, അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് 2004 മുതൽ അനുഭവിച്ചു തുടങ്ങിയ അസ്വസ്ഥതകളാണ്. അപ്പോൾ അത് എന്തെങ്കിലും രീതിയിൽ അതിൻ്റെ ഭാരമോ അമിതഭാരമോ അല്ലെങ്കിൽ ഭാരമില്ലായ്മയോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനഭ്രംശമോ അത് കിടക്കുന്ന സ്ഥാനത്ത് സ്കിൻ ഇറിറ്റേഷനോ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ടായിരിക്കും അവർ ഇത്രയും വലിയൊരു സർജറി. അതും ഈ സർജറിയെ പറ്റി അവർ ഒരു രീതിയിലും അല്ലെങ്കിൽ ജനങ്ങളോട് അല്ലെങ്കിൽ തൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരിക്കലും അറിയിക്കുന്നില്ല. അപ്രതീക്ഷിതമായ ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് ആ സർജറിയുടെ കോംപ്ലിക്കേഷനും വീട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണത്. ഈ സർജറിയെ പറ്റിയിട്ട് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് അറിയണത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ദീപ്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അവരുടെ നിലനിൽപ്പിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള അച്ഛൻ എന്ന് പറയുമ്പോൾ, അച്ചാച്ചി എന്ന് പറയുമ്പോൾ അത് അവരുടെ ജീവനായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പം അദ്ദേഹം കുറച്ച് നാളെങ്കിലും മകളുടെ ഭർത്താവിൽ നിന്ന് അനുഭവിച്ച
ആ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ വൈകി മാത്രം അറിയുകയും അതൊന്നും അറിയാതെ മകളെ അയാളുടെ കൂടെ അത്ര നാളും താമസിപ്പിച്ചതിൻ്റെ ഒരു പശ്ചാത്താപം മൂലം അച്ഛന് വളരെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് കുറച്ച് വിഷമിക്കുകയും ആ മാനസിക സമ്മർദ്ദം അധികമായപ്പോൾ അദ്ദേഹത്തിന് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട ഒരു അവസ്ഥ വരെ വന്നു. അതൊക്കെ സ്വന്തം സ്വകാര്യ ജീവിതത്തിൽ ഇത്രയും മാത്രം ദുഃഖങ്ങൾ താണ്ടി അവരിപ്പോൾ ഒരു മാമോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ സർജറി, അതിലിപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ അഥവാ ബ്രസ്റ്റ് വലുതാക്കുക, ബ്രസ്റ്റ് റിഡക്ഷൻ, ബ്രസ്റ്റ് ചെറുതാക്കുക, ഇതൊന്നും ആയിരിക്കില്ല ദീപ്തിയുടെ വിഷയം. ദീപ്തി ഒരിക്കലും ഒരു സൗന്ദര്യ ശസ്ത്രക്രിയ എന്നുള്ള നിലയിലായിരിക്കില്ല ഇത് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു പേശിവേദനയോ കൈവേദനയോ കഴുത്തുവേദനയോ അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർ കുറേ നാൾ അനുഭവിച്ചതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒരു സർജറിക്ക് അവർ റെഡി ആയിട്ടുണ്ടാവുക തന്നെ. എന്തൊക്കെയായാലും സ്വന്തം സ്വകാര്യ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിന് സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ യാതൊരു വക പിന്തുണയും പബ്ലിക്കിൽ ചോദിക്കാതിരിക്കുകയും അതേസമയം ആദിവാസികളും അങ്ങനെ യാതൊരു വക പരിഗണനയും കിട്ടാത്ത മനുഷ്യരുടെ ഇടയിൽ ആ കുഞ്ഞുങ്ങൾ മുതൽ സ്ത്രീകൾക്ക് വരെ, ഗർഭിണിയായ സ്ത്രീകൾക്ക്, വീടില്ലാത്തവർക്ക്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ പുസ്തകങ്ങൾ, വിഷുക്കൈനീട്ടം, ഓണത്തിന് വേണ്ട ഡ്രസ്സ്, ഇതൊക്കെ അവരിലൂടെ സഞ്ചരിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദീപ്തി എന്ന അധ്യാപികയേക്കാളുപരി ദീപ്തി എന്ന മനുഷ്യ സ്നേഹിക്കാണ് നമ്മൾ 100-ൽ 100 മാർക്ക് കൊടുക്കേണ്ടത്. സ്വന്തം സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇത്തരം ദുരന്തങ്ങൾക്കും വിഷമങ്ങൾക്കും അനാരോഗ്യങ്ങൾക്കും ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ദീപ്തി ഇന്നും ചിരിച്ചുകൊണ്ട് ആ സർജിക്കൽ പ്രൊസീജിയറിനെ പറ്റി പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. സർജറിക്ക് ശേഷം 2 ബ്രസ്റ്റിലും ബ്ലഡ് പോകാനുള്ള കുഴലുകളും അതിനേക്കാൾ ഉപരി യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അപ്പോൾ അത്രമാത്രം ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു സർജറിയിലൂടെ കടന്നു വന്ന് ഇത്ര മനോഹരമായിട്ട് പുഞ്ചിരിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒഴിഞ്ഞു വെച്ചതിൻ്റെ ഈശ്വരാനുഗ്രഹം തന്നെയാണ്. എന്തൊക്കെയായാലും ഇത്രയധികം സാമ്പത്തിക വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടും, അതായത് ഇപ്പം നമ്മൾ ആസ്റ്റർ മെഡിസിറ്റിയിലൊക്കെ അങ്ങനെ ഒരു സർജറി ചെയ്യുമ്പോൾ എത്ര ലക്ഷങ്ങളാവുമെന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം ഇതൊരു പ്ലാസ്റ്റിക് സർജറി കൂടിയാണ്. ആ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ അതൊരു കോസ്മെറ്റോളജിക്കൽ സർജറിയുടെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ അത് കൂടുതൽ പോഷായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതായതുകൊണ്ട് ദീപ്തിയെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും ഒരു അത്യാവശ്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കും. അപ്പോൾ ഇത്തരം അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴത് അന്യദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ, എൻ്റെ ദുഃഖം വെറും കടൽ ശംഖുകൾ, അന്യരുടെ ദുഃഖത്തിൻ്റെ മുമ്പിൽ തൻ്റെ ദുഃഖം ചെറിയൊരു കടൽ ശംഖു പോലെ മാത്രമാണെന്ന് പരിഗണിക്കുന്ന വലിയ മനസ്സുള്ള ഏറ്റവും നല്ല പൊതുപ്രവർത്തകയായ മനുഷ്യസ്നേഹിയായ ദീപ്തി ടീച്ചറുടെ ആരോഗ്യം വീണ്ടെടുത്തവർ വീണ്ടും പൊതുസമൂഹത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.